ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ റിലേഷൻഷിപ്പിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഒരുപാട് നാളത്തേക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണത്. സോ ഇത് മുഴുവനായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അപ്പം നമുക്ക് നോക്കാം റിലേഷൻഷിപ്പിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിരന്തരമായ വിമർശനമാണ്. അതായത് നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മൾ പരസ്പരമുള്ള വിശ്വാസത്തെയും സ്നേഹത്തെയും ഇല്ലാതാക്കും എന്നുള്ളതാണ്. അത് സത്യമുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അവർ ചെയ്ത ഓരോ കാര്യങ്ങളിലും തെറ്റുകളും കുറ്റങ്ങളും മാത്രമാണ് എപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത്ര വലിയ രസമായിട്ട് അത് തോന്നുന്നുണ്ടാവില്ല എന്നുള്ളത്. കാരണം അവർക്ക് സങ്കടം ഉണ്ടാക്കും. ഉറപ്പായിട്ടും ആ സങ്കടത്തിന്റെ ഒരു അംശം നമ്മൾക്ക് എതിരെയും വരും എന്നുള്ളതാണ്. അതായത് അത് നമ്മളോടുള്ള ദേഷ്യമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ റിലേഷൻഷിപ്പിൽ നമ്മളോടൊരു ദേഷ്യം അവർക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും നിങ്ങൾക്ക് അതിൽ സമാധാനം കിട്ടില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെ അമിതമായിട്ട് നിങ്ങൾ എപ്പോഴും വിമർശിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ചെയ്യാതിരിക്കുക. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരാളായിരുന്നുവെങ്കിൽ അത് ഇനി മുതൽ മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിഫെൻസീവ്നെസ് ആണ്. അതായത് അമിതമായിട്ട് നമ്മൾ പ്രതിരോധിക്കുക എന്നൊക്കെ പറയും. ഇങ്ങനെ അമിതമായിട്ട് നമ്മൾ പ്രതിരോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിലുള്ള ഒരു തുറന്ന സംസാരത്തിന്, തുറന്ന ആശയവിനിമയത്തിന് തടസ്സമാകും എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കും അവർ നമ്മളോട് പെട്ടെന്ന് ചാടി കടിക്കണ പോലെ വരികയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ദേഷ്യപ്പെട്ട് അവരുടെ പ്രതിരോധം വളരെയധികം മോശമായ രീതിയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവരോട് പിന്നെ സംസാരിക്കാനായിട്ട് തോന്നില്ല, അല്ലെ? ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇപ്പൊ അവരെന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ മോശമായിട്ടാണ് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് പിന്നീട് നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഇരിക്കാൻ പോലും ഒരു താല്പര്യം തോന്നില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെ അമിതമായിട്ട് പ്രതിരോധിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആശയവിനിമയത്തിന്റെ അഭാവമാണ്. അതായത് ഇപ്പൊ നിങ്ങൾ മോശമായതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ ആയിട്ടുള്ള ആശയവിനിമയം, മീൻസ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ആശയവിനിമയം ഒന്നും കാണുന്നില്ല, അങ്ങനെ പരസ്പരം സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ മോശമായ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ളിൽ ഒരു സംശയം കടന്നു വരാനുള്ള സാധ്യത കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. തെറ്റിദ്ധാരണകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ഓപ്പൺ കോൺവെർസേഷൻ ആണ് എപ്പോഴും നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണ്, അവരെന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ ഒരിക്കലും നമുക്ക് അവിടെ ഒരു സംശയം വരില്ല എന്നുള്ളതാണ്. കാരണം അവരൊന്നും ഹൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. നേരെ മറിച്ച് അവരെന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്, ഒന്നും ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. ഇനിയിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെ മോശമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു സംശയം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിൽ വരാനുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പൊ എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ, വേറെ ആരോടെങ്കിലും ഒക്കെ സ്നേഹം ഉണ്ടായിരിക്കുമോ എന്നൊരു തോന്നൽ എല്ലാവർക്കും വരാം. സോ ഇത്തരത്തിൽ തെറ്റിദ്ധാരണകൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ആശയവിനിമയത്തിന്റെ അഭാവം ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ കോൺവെർസേഷൻ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അത് എപ്പോഴും നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. അതായത് നിങ്ങളിപ്പോൾ നുണ പറയുകയോ അല്ലെങ്കിൽ സത്യത്തെ മറയ്ക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്കിടയിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കാനായിട്ട് കാരണമാവുകയാണ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ നുണ പറയാന്ന് പറയുമ്പോൾ അവരോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യത്തിനായിരിക്കാം നിങ്ങൾ നുണ പറയേണ്ടാവുക. അതല്ലെങ്കിൽ ഇപ്പൊ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യങ്ങൾക്ക് നുണ പറയാൻ സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ നുണ പറയുമ്പോൾ അത്ര വലിയ കാര്യമായിട്ട് അവരെടുക്കില്ല, ഒരു വലിയ പ്രശ്നമാവില്ല എന്നുള്ളതാണ്. പക്ഷെ നിരന്തരമായിട്ട് നമ്മൾ നുണകൾ പറയുമ്പോൾ ഒരിക്കലും അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എപ്പോഴും ഹൈഡ് ചെയ്യുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതും റിലേഷൻഷിപ്പിൽ നല്ലതല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ ചെയ്യുന്നത് തെറ്റല്ല, ശരിയാണെന്നുള്ളതൊക്കെ. പക്ഷെ ഒരിക്കലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് അങ്ങനെ തോന്നണം എന്നില്ല. സോ രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് രണ്ടുപേരും അവിടെ കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. സോ നിങ്ങൾ കംഫർട്ട് സോണിലാണോ എന്നുള്ളത് മാത്രം നോക്കാതെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ഓക്കെ ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും റിലേഷൻഷിപ്പിൽ രണ്ടുപേർക്കിടയിലുള്ള സ്നേഹം മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ്. അവിടെ വിശ്വാസം ഇല്ലാതായി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിനെ വളരെ നെഗറ്റീവായിട്ട് അത് എഫക്ട് ചെയ്യും. സോ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് ഓപ്പൺ ആയിട്ട് പറയാന്നുള്ളതാണ്. നുണ
പറയാതിരിക്കുക, അവരുടെ മുമ്പിൽ മറ്റൊരാളായിട്ട് അഭിനയിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഹൈഡ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതും മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. അതായത് തന്റെ പങ്കാളിയുടെ ആവശ്യങ്ങളെക്കാൾ കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ അവിടെ നമുക്ക് സ്വാർത്ഥത ഉണ്ടാവും. സ്വാഭാവികമായും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നീരസം ഉണ്ടാക്കാനായിട്ട് അത് കാരണമാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്ന അതേ രീതിയിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറെയും കൂടി പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന അതേ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്കും പേഴ്സണലി ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഒരിക്കലും അവരെ നിയന്ത്രിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല. സോ അങ്ങനെയാണെങ്കിൽ അവരെ തടസ്സം പറയാതിരിക്കുക. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും തടസ്സം നിൽക്കാതിരിക്കുക. ഒരിക്കലും അവരെ നിങ്ങളിൽ ഒതുക്കി നിർത്താതിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് അവരുടെ പേഴ്സണൽ സ്പേസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ അവരുടെ ആവശ്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ മാത്രമായിട്ട് എപ്പോഴും ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു സ്വാർത്ഥത നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതും മാറ്റാനായിട്ട് ശ്രമിക്കുക. ആ സ്വാർത്ഥത ഉണ്ടെങ്കിലും റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഇനിയിപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പോയിന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ ഈ ഒരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്, മറ്റു പല പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയിട്ട് നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് വേറൊരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞേക്കാം. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്